കമ്പമെട്ട് കമ്പം അന്തർ സംസ്ഥാന പാത അടച്ചു. റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് മലയോര റോഡ് താൽക്കാലികമായി അടച്ചത്. തമിഴ്നാട്ടിലേക്ക് പോകുന്നവർ കുമളി ബോഡിമെട്ട് പാതകളെ ആശ്രയിക്കണമെന്ന് തമിഴ്നാട് പൊതുമരാമത്ത് വിഭാഗം അറിയിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കുമളി KSFE ശാഖ നിങ്ങളോടൊപ്പം. കുറഞ്ഞ മാസത്തവണയിൽ 10 ലക്ഷം രൂപയുടെ ചെട്ടികൾ ഓരോ മാസവും 10,000 രൂപ വീതം 100 തവണയിൽ. രണ്ടാം മാസം മുതൽ 7,500 രൂപ മാത്രം. ഇതോടൊപ്പം 3 ലക്ഷം രൂപയുടെ മറ്റൊരു ആകർഷകമായ ചിട്ടി 6,000 രൂപ വീതം 50 മാസം എല്ലാ മാസവും 4 പേർക്ക് ചിട്ടുതുക ലഭിക്കുന്നു. എത്രയും വേഗം KSFEയുടെ കുമളി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്ന ഈ ചിട്ടികളിൽ പങ്കാളികളാകൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ. KSFE ദുബായ് കോംപ്ലക്സ്, കുളത്തുപാലം ജംഗ്ഷൻ, കുമളി. കമ്പം അടിവാരത്തിൽ നിന്നും കേരളത്തിലേക്ക് എത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലയോര പാതയാണ് കമ്പമെട്ട് പാത. പാതയുടെ വിവിധ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണികൾക്കായി റോഡ് താൽക്കാലികമായി അടച്ചത്. അടിവാരത്ത് നിന്നുമുള്ള 7 കിലോമീറ്റർ ഭാഗത്താണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. ഏറ്റവും അധികം തകർന്ന 18-ാം നമ്പർ സൂചി വളവിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയും ജീവനുകൾ പൊലിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിൽ തകർന്ന ഭാഗത്ത് സിമന്റ് ബ്രിക്സുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾ ഓടിച്ചിരുന്നു. എന്നാൽ മഴയെ തുടർന്ന് ഇതും തകരുകയായിരുന്നു. കമ്പമെട്ട് വഴി കടന്നുപോകുന്ന വാഹനങ്ങൾ കുമളി ഹിൽ ചുരം വഴിയും ബോഡിമെട്ട് അടിവാര പാത വഴിയും പോകണമെന്ന് അധികൃതർ അറിയിച്ചു. കമ്പം അടിവാരത്തും കമ്പമെട്ട് ചെക്ക് പോസ്റ്റിലും പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കമ്പം.